guys, welcome back to Twin Stars. Twin Starsന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ബ്ലാക്കും ഒക്കെ ഇട്ട് ഞങ്ങൾ എല്ലാവരും ഒരേ ഡ്രസ് ഇട്ടിട്ട് ഇറങ്ങുന്നത്. എന്താ പറയാ ഒരു കോംബോ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്നത്. മൂന്നെണ്ണം വണ്ടിക്കകത്തുണ്ട് കേട്ടോ. എല്ലാവരും ബ്ലാക്ക് ആണ്. ആ ഫസ്റ്റ് ടൈം ഇങ്ങനെ പോണത്. അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ ചെറിയ മാച്ച് ഒക്കെ ഉണ്ടാവുള്ളൂ. ഞങ്ങൾ പറഞ്ഞ് പ്ലാൻ ചെയ്ത് ഇന്നത്തെ ദിവസത്തിന് വേണ്ടിയിട്ട് ചെയ്യിപ്പിച്ചതാണ്. എന്താണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത? എന്താണ് പ്രത്യേകത? ബാക്ക് ടു ബാക്ക് പ്രത്യേകതകൾ മാത്രമാണ്. ഞങ്ങളുടെ വീഡിയോയുടെ ഒരു പ്രത്യേകതയാണ് ഈ പ്രത്യേകത പറയല്. ഇപ്പൊ പ്രത്യേകത പറയണില്ല. ഞങ്ങളെ ഫോളോ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും ഒരു വലിയ ബമ്പർ സർപ്രൈസ് ആണ് ഞങ്ങൾക്ക്. അറിയില്ല, ഞങ്ങൾക്ക് സർപ്രൈസ് ഒക്കെയാണ്. അപ്പൊ നമ്മള് വലിയൊരു സന്തോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോവാണ്. അപ്പൊ എന്തായാലും അജു ചേച്ചി പ്രഗ്നന്റ് ആണ്. അങ്ങനെയൊന്നുമല്ല ഗൈസ്. നമ്മളിപ്പോ നമ്മുടെ ഫാമിലിയിലെ ഏറ്റവും വലിയൊരു സന്തോഷം, ആ ഒരു സന്തോഷം നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പോവാണ്. വേറൊരു അതിഥിനെയും കൂടി ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോവാണ്. എല്ലാവർക്കും മനസ്സിലാക്കിയിട്ടുണ്ടാവും. മനസ്സിലായി. പക്ഷെ എനിക്ക് ഇപ്പോഴും പറയില്ല, ഞാൻ അവിടെ എത്തിയിട്ട് പറയുള്ളൂ. അപ്പൊ എന്തായാലും അടുത്തിട്ട് കാണാം. വഴി കാണാം. സാറിന് ചിരിക്കോ? ഹലോ, എവിടെ പോണ് അയിനോ? നമ്മളെവിടെ പോണ്? അയിനോ നമ്മളെവിടേക്ക് പോണത്? അമ്മ എന്താ പറഞ്ഞത്? വണ്ടി. നമ്മുടെ ഐന്യൂസ് എന്ന കാര്യം പറഞ്ഞു. നമ്മളപ്പോൾ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോണത്. കിയയുടെ ഷോറൂമിൽ കിയയുടെ കാരൻസ് ആണോ അറിയില്ല, ഈ വണ്ടിയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കിയയുടെ ഷോറൂമിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ കുറേ നാളുകളായി നമ്മൾ ഇതിൻ്റെ പിന്നാലെയാണ്. ഈ ഒരു ആഗ്രഹം വെച്ച് നമ്മൾ ഒരുപാട് നാളായിട്ട് നടക്കുന്നു. നമുക്കൊരു വണ്ടി മേടിക്കണം, അങ്ങനെ ഒരു സംഭവമായിട്ട് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ നമ്മളുടെ ഷോറൂമിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, എൻ്റെ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിക്കാത്ത കാര്യങ്ങളാണ് നടക്കുന്നത്. ഒരു കാറിൽ കയറാൻ പോലും എനിക്ക് യോഗ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാനാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ കുടുംബത്തേക്ക് നമ്മളൊരു കാറ് കൊണ്ടുവരികയാണ്. അപ്പോൾ നമ്മുടെ ഹരീഷാണ് വീഡിയോ ഒക്കെ എടുക്കാൻ. ഞങ്ങൾക്ക് എന്തുണ്ടെങ്കിലും ഞങ്ങൾ ഹരീഷിനെ വിളിക്കുള്ളൂ. അപ്പം ഞങ്ങൾ ഈ കാർ എടുത്തത് എന്താണെന്നറിയാം, ഉത്രാടത്തിൻ്റെ അന്നാണ് കാർ എടുക്കണത്. രാവിലെ 9 മണിക്ക് നമ്മളിവിടെ ഷോറൂമിൻ്റെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെത്തിയപ്പോഴത്തേനും അവിടെ എല്ലാം അറേഞ്ച് ചെയ്തു. എല്ലാ കാര്യങ്ങളും ഷോറൂമിലൂടെ എല്ലാവരും സെറ്റ് ചെയ്തു. ഈ ഒരു യെല്ലോ ഷർട്ട് എടുക്കുന്ന ചേട്ടനാണ് കേട്ടോ നമുക്ക് അവിടുത്തെ ആളാണ്. അപ്പോൾ ആളാണ് എല്ലാ കാര്യങ്ങളും നമുക്ക് അറേഞ്ച് ചെയ്ത് എല്ലാതും പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്തുന്നത് ആളാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കളർ ഒരു ബ്ലാക്ക് ആയിരുന്നു. പിള്ളേരെല്ലാവരും മുണ്ടെടുത്തിട്ടാണ്. ഞങ്ങൾക്ക് പിള്ളേർ മുണ്ടെടുത്ത് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. ഞങ്ങളുടെ പിള്ളേരൊക്കെ വലുതായി, വലിയ ചെക്കന്മാരായി. അപ്പോൾ 3 പേരും ഒറ്റക്കെട്ടായിട്ട് ഇങ്ങനെ നിൽക്കണാകുമ്പോഴേ ഭയങ്കര സന്തോഷം. നമ്മുടെ പാറക്കുട്ടി മുണ്ടു ഷർട്ടായിരുന്നു. എല്ലാവരും നമ്മുടെ എടുക്കുന്ന കാറിൻ്റെ കളർ എന്ന് പറയുന്നതും ഈ ഒരു ബ്ലാക്കാണ്. അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ തന്നെ നമ്മളവിടേക്ക് ഇരുന്നു. ഇവരുടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. ഇവർ ഒട്ടും ഫോട്ടോയും കാര്യങ്ങളൊന്നും എടുക്കാൻ നിൽക്കുന്ന പിള്ളേരല്ല. പക്ഷെ അവരെന്തോ നല്ല മക്കളായിട്ട് ഫോട്ടോസും കാര്യമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആക്കി തന്നു. പിന്നെ നമുക്കൊരു കൃത്യമായ പ്ലാനും കാര്യങ്ങളൊന്നുമില്ല ഫോട്ടോ എടുക്കുന്നതിനെ സംബന്ധിച്ച്. വീഡിയോസിനെ പറ്റി ഒക്കെ അവൻ്റെ ഇഷ്ടത്തിനാണ് ചെയ്യണത്.
ഇവന്മാർ കാറിൻ്റെ ഉള്ളിൽ കയറി നമ്മുടെ കാറിൽ സ്റ്റാർട്ട് ചെയ്യാണ്. വീഡിയോ അല്ല സോറി, കാറ് എടുക്കുകയാണ്. ഇതിൻ്റെ നമ്മുടെ ഈ ഒരു വീഡിയോൻ്റെ ഔട്ട് ഞാൻ നാളെ രാവിലെ തന്നെ ഞാനത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഷോർട്സിൽ. നിങ്ങൾ ആരും മിസ് ചെയ്യരുത്, ആരും മിസ്സാക്കാണ്ട് നമ്മുടെ ഒരു ഔട്ട് കാണണം. ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. നമ്മൾ പ്രാർത്ഥിച്ച് ഇതേ എടുക്കുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കളറാണ് ബ്ലാക്ക്. എൻ്റെ ഇഷ്ടത്തിനാണ് കേട്ടോ ബ്ലാക്ക് കളർ എടുത്തിട്ടുള്ളത്. കാർ എന്തോ ആയിക്കോട്ടെ, കാറിനെ പറ്റിയിട്ട് യാതൊരുവിധ ABCD എനിക്കറിയില്ല. അതിൻ്റെ ഫീച്ചേഴ്സ്, എന്ത് ഗുണം, അതൊന്നും എനിക്കറിയില്ല. ഒരേ ഒരു ഡിമാൻഡ് ബ്ലാക്ക് ആയിരിക്കണം, അത്ര മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാതും നിഖിലും ഏട്ടനും കൂടി തീരുമാനിച്ച് 2 പേരുടെ ഇഷ്ടത്തിനനുസരിച്ച് നോക്കി മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതേ ഈ നമ്മൾ ലഡ്ഡൊക്കെ കൊടുത്ത് എല്ലാവർക്കും സ്വീറ്റൊക്കെ കൊടുത്ത് എല്ലാവർക്കും ഹാപ്പിനെസ് ഷെയർ ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കിയയുടെ ഷോറൂമിൽ നിങ്ങൾ എന്തെങ്കിലും കാറും കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ തൃശ്ശൂരുള്ള ഷോറൂമാണ് കേട്ടോ അത്. നേരെ ഇവിടേക്ക് അങ്ങോട്ട് വരിക, ഈ കുട്ടീനെ അങ്ങോട്ട് സമീപിക്കുക, എല്ലാ കാര്യം സെറ്റ്. പിന്നെ നമ്മുടെ ഹരീഷ് എന്താ പറയുക, ഒരു വീഡിയോ നമ്മുടെ ഫാമിലിയുടെ നമ്മുടെ ഹാപ്പിനെസ്സിൻ്റെ കൂടെ തന്നെ ഒരുപോലെ നിന്ന് നമുക്ക് വേണ്ടി എല്ലാം സെറ്റ് ചെയ്ത് തന്നു. ഈ പയ്യനാൾ നമുക്കെല്ലാം സെറ്റ് ചെയ്ത് തന്നു. ഞങ്ങൾക്ക് ഈ ഒരു ദിവസം ഭയങ്കര പിറ്റേ ദിവസം തിരുവോണമാണ്. ഇപ്പോൾ ഇത്ര ദിവസം ഡിലേ ആയി നമ്മൾ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ കാർ ഇതാണ് കേട്ടോ. എന്താ പറയുക, ഭയങ്കര ഈ വീഡിയോ എടുക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ നമുക്ക് സൈൻ ചെയ്യേണ്ട കാര്യങ്ങളും പിന്നെ ഇതിനെ പറ്റിയിട്ടുള്ള ഒരുപാട് ഡീറ്റെയിൽസൊക്കെ നമുക്ക് പറഞ്ഞുതരാണ് ചേട്ടന്മാർ 2 പേരും. അച്ഛനും ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട്. ഞാനവിടെ വെറുതെ ഷോ ഇറക്കി നോക്കിയിരിക്കുന്നു എന്ന് മാത്രം. എന്താണ് പറയണത്, എന്താണ് കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലാവണില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിള്ളേരായ റൂമിൻ്റെ ഉള്ളിൽ തകർത്താടാണ്. ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പിള്ളേരെ ഫോട്ടോ ഒക്കെ എടുക്കണം. ഇവന്മാർ നിന്ന് തരണ്ടേ. ഞങ്ങളുടെ ഫാമിലി ഫോട്ടോസൊക്കെ എടുത്തു. അതൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഇവർ 3 ഞങ്ങളുടെ വീട്ടിലെ നെടുന്തൂണുകളാണ് ഈ 3 പേരെന്ന് പറയണത്. വിത്തൗട്ട് ദം നമ്മളൊന്നുമല്ല. അതായത് ഇവരാണ് ഞങ്ങളുടെ എല്ലാം. ഞങ്ങളുടെ ഫാമിലി ഇത്ര ഹാപ്പി ആയിട്ട് പോകുന്നുണ്ടോ? ഈ 3 ആൺകുട്ടികളുടെ എന്താ അവർ 3 പേരും മാത്രം കൊണ്ടാണ് ഞങ്ങളുടെ ഫാമിലി ഇത്രയും ഹാപ്പിയായി ഇത്രയും ഒത്തൊരുമയോടെ പോണത്, ഇനിയും പോകാൻ പോകുന്നത്. ഞങ്ങളുടെ മക്കൾ ഇതുപോലെ ആവുന്നത് ഞങ്ങൾ ആഗ്രഹമുള്ളൂ. ഞങ്ങളെങ്ങനെയോ അതുപോലെ ആയാൽ മതി ഞങ്ങളുടെ മക്കളെന്നാണ് ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ കാറിൽ നമ്മൾ കയറാൻ പോവുകയാണ്. ഞങ്ങളിതിന് മുമ്പ് നമ്മളിവിടെ ഷോറൂമിൽ വന്നിട്ട് വേറൊരു കാർ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു എക്സ്പീരിയൻസ് അല്ലായിരുന്നു നമ്മൾ ഈ ഒരു കാറിൽ കയറിയപ്പോൾ. ഒരു പുത്തൻ വണ്ടി കയറുന്നോണ്ടായിരിക്കണം ഭയങ്കര എല്ലാവർക്കും ഒരേപോലെ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു നിമിഷമായിരുന്നു. അങ്ങനെ നമ്മളെ കാറ് ഷോറൂമിൽ നിന്ന് ഇറക്കുകയാണ്. അങ്ങനെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകണം. ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മമാരെയും അച്ഛന്മാരെയൊക്കെ കാണിക്കണം. സിജിയമ്മേനെയും ലീനമ്മേനെയും കണ്ണച്ചനെയും ചാന്തുവിനൊക്കെ ഞങ്ങൾക്ക് വണ്ടി കാണിക്കണം. അപ്പോൾ നേരെ ഫുഡ് കഴിച്ചിട്ട് വണ്ടി നേരെ വിടുന്നത് അങ്ങോട്ടാണ് കേട്ടോ. ഞങ്ങളുടെ ഹാപ്പിനെസ്സിൻ്റെ കൂടെ ഞങ്ങൾക്ക് ഒരുമിച്ച് ഞങ്ങളുടെ സക്സസ് അത്രയും ആഗ്രഹിക്കുന്ന, ഞങ്ങൾക്ക് വേണ്ടി അത്രയും പ്രാർത്ഥിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് ഞങ്ങളുടെ ബാക്കിയുള്ള അച്ഛനമ്മമാരാണ്. അവരാണ് ഞങ്ങളെ അത്രയും ഹാപ്പിയാക്കി നിർത്തുന്ന ആൾക്കാർ. പിന്നെ ഫുഡ് കഴിക്കാൻ പോയിട്ട് ഇതേ ഞങ്ങൾക്ക് വേഗം ഔട്ട് തരണം എന്ന് പറഞ്ഞ് ഹരീഷിന് ഊറ്റിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. എന്ത് റിസൾട്ട് ഉള്ളത് കാണുന്ന ആൾക്കാർക്ക് അതൊരു വീഡിയോസ് എടുക്കുന്ന സമയത്തിന് ആ സാധനങ്ങൾ കാറിന് ഹൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഒരു
നടക്കാൻ പറ്റും നോക്കാം. 2-3 ദിവസമോ? അത് നമുക്ക് ടൈം എടുക്കാം, പക്ഷെ നമുക്ക് എന്തായാലും വീഡിയോസ് വേറെ നമുക്ക് നാളെ തന്നായി. നാളെ തന്നാ വേടാ? ആ ഇന്ന് വേണ്ട. കുഴപ്പമില്ല, വീഡിയോയുടെ ആയതുകൂടി നാളെ തരാമെന്ന് പറയും, പ്രശ്നമില്ല. നാളെ ഒരു ഈവനിങ്ങില് നമുക്ക് ഔട്ട് ഇറക്കാം. ആരോടും പറയണ്ട, നടക്കാത്ത കാര്യം ഞാൻ പറയാറില്ല. അതൊന്നും നടക്കാം, ഫോട്ടോസ് ഒന്നും നടക്കാം. ഇഷ്ടമല്ല. അപ്പോൾ ഗൈസ് നമ്മൾ നേരെ വണ്ടിയും കൊണ്ട് ലീനമ്മയുടെ അടുത്തേക്കാണ് പോയത് കേട്ടോ. ലീനമ്മയുടെ അടുത്തേക്ക് പോയപ്പോൾ ലീനമ്മയുടെ എക്സ്പ്രഷൻ വാവ് അങ്ങനെയായിരുന്നു. അമ്മയോട് അവർ അവിടെ തന്നെ വെച്ച് വീഡിയോ കോളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് ഭയങ്കര സന്തോഷമായി. എന്താ പറയുക, കണ്ടപ്പോൾ തന്നെ ഇപ്പം ഞാനായാലും കീത്തു ആയാലും ഒരേപോലത്തെ ജീവിത സാഹചര്യത്തിലൂടെ വളർന്നു വന്നിട്ടുള്ള ആൾക്കാരാണ്. ഞങ്ങൾ 2 പേരുടെയും അനുഭവങ്ങളൊക്കെ ഒരേപോലെയാണ്. ഞങ്ങളുടെ 2 പേരുടെ അമ്മമാരും ഭയങ്കര ഹാർഡ് വർക്കായിട്ടുള്ള ആൾക്കാരാണ്. ഞങ്ങൾ അത്ര കഷ്ടപ്പെട്ട് നോക്കണം. ഇപ്പം അച്ഛനായാലും എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ഒരുപോലെയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ അമ്മമാരുടെ ഫീലിങ്സ് ഒരേപോലെ. അപ്പോൾ അമ്മേരൊക്കെ ഒരു എക്സ്പ്രഷൻ കണ്ടത് അവർക്ക് ഭയങ്കര എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയ സമയത്ത്, ഞാൻ ലൈസൻസ് എടുക്കാൻ പോകാൻ ഡിഗ്രി ഫസ്റ്റ് ഇയറിലാണ്. ഡിഗ്രി ഫസ്റ്റ് ഇയറിൽ ലൈസൻസ് എടുക്കാൻ പോയ സമയത്ത് എൻ്റെ അമ്മ എന്നെ കൊണ്ട് കാറിൻ്റെ ലൈസൻസ് എടുപ്പിച്ചില്ല. കാരണം ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞത്, മക്കളെ നമുക്ക് കാറൊന്നും ഓടിക്കാനുള്ള യോഗം ഉണ്ടാവില്ലടാ, അതുകൊണ്ട് അതിനുള്ള പൈസ അമ്മയുടെ ഇല്ല, കാറൊന്നും എന്തായാലും എൻ്റെ മോളി ഓടിക്കാൻ പോണില്ല. അതെൻ്റെ മനസ്സിൽ ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഞാൻ എന്താ പറയുക, ഒരു കാറ് നമ്മൾ മേടിച്ചു എന്ന് പറയുമ്പോൾ അപ്പം എൻ്റെ അച്ഛനും അമ്മയ്ക്കും ലീനമ്മയ്ക്കൊക്കെ എത്രത്തോളം സന്തോഷം ഉണ്ടാവും എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ സഞ്ചപ്പൻ ഉണ്ടായിരുന്നില്ലേ വീട്ടിൽ, അച്ഛനും എന്താ പറയുക ചാന്തുവിനൊക്കെ അമ്മയ്ക്കൊക്കെ ഭയങ്കര, ഞങ്ങൾക്ക് അവരുടെ സന്തോഷം കണ്ടിട്ട് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ്. സഞ്ചപ്പൻ ഉണ്ടാവാത്തതിൻ്റെ ഒരു ചെറിയ വിഷമം ഉണ്ടായിരുന്നു. എനിക്ക് അവന് കാണിച്ചു കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. അച്ഛനപ്പം ഇങ്ങനെ അച്ഛൻ്റെ മുഖത്തുണ്ടായത് ഇങ്ങനെ ഫുള്ളിങ്ങനെ ഞങ്ങൾ വണ്ടി കയറ്റാൻ വേണ്ടിയിട്ട് അച്ഛൻ നമ്മുടെ വേലി കെട്ടിയിരുന്ന സൈഡൊക്കെ പൊളിച്ച് കുറച്ചും കൂടെ വണ്ടി കയറാൻ പാകത്തിനൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നിന്റെ അടുത്തേക്ക് ആണ്ടി വെള്ളത്തിനെ കൊണ്ട് നിർത്തിരിക്കാൻ തോന്നുന്നു. സിജിയമ്മേരുടെ അടുത്ത് പോയിട്ടില്ല കേട്ടോ. സിജിയമ്മേരുടെ അടുത്ത് വൈകുന്നേരം അമ്മേനെ പിക്ക് ചെയ്യാൻ പോകാമെന്ന് വിചാരിച്ചു. ഇന്ന് വീട്ടിലേക്ക് എന്തായാലും പോകുന്നുണ്ട്, ഉത്രാട് അവിടെ ആയിരുന്നല്ലോ, അപ്പോൾ കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ആ വീഡിയോ ക്ലിപ്പ് എൻ്റെ കയ്യിൽ കിട്ടിയില്ല, മിസ്സായിപ്പോയി. നെക്സ്റ്റ് ഇതുപോലെ ഞങ്ങൾ വന്നിട്ടുള്ളത് നമ്മുടെ ചേച്ചിയുടെ അടുത്താണ്. ഞങ്ങൾ എന്താ പറയുക, പോണുണ്ടെങ്കിൽ പിന്നെ ഞങ്ങളുടെ കൊച്ചായിയുടെ അടുത്തു, ഞങ്ങളുടെ പൊണ്ണമ്മായിയുടെ അടുത്തുമായിരുന്നു പോവേണ്ടിയിരുന്നിരുന്നത്. പൊണ്ണമ്മായൊക്കെ ആയാലും ഇതുപോലെ ഒരുപാട് സന്തോഷിക്കും ഞങ്ങളുടെ ഒരു സക്സസ് കാണുമ്പോൾ. അപ്പോൾ ഞങ്ങൾ നേരെ നമ്മുടെ ചേച്ചിയുടെയും അളിയൻ്റെ അടുത്തേക്കും വന്നു. അവർക്ക് വണ്ടി കാണിച്ചു കൊടുത്തു. അപ്പോൾ ചേച്ചി പുറത്തൊക്കെ നിന്ന് നോക്കി ഭയങ്കര സന്തോഷമായി. പിന്നെ ഞങ്ങളുടെ കുഞ്ഞാവ, നമ്മുടെ എല്ലാ പ്ലാനും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന ഒരാളാണ് കുഞ്ഞാവ. മുത്ത്, ചിക്കു, സഞ്ജു, ഇവരൊക്കെയാണ് നമ്മുടെ ഫാമിലിയിൽ നമ്മൾ ചേർത്ത് പിടിക്കുന്ന കുറച്ച് ആൾക്കാരെന്ന് പറയണത് കേട്ടോ. കുഞ്ഞാവനോടൊക്കെ ആണെങ്കിൽ നമ്മൾ ഇപ്പോൾ കുഞ്ഞാവനോടായാലും സഞ്ജുവിനോടൊക്കെ ആയാലും A to Z, ചിക്കുവിനോടായാലും A to Z കാര്യങ്ങൾ നമ്മൾ എന്തെങ്കിലും കാര്യം പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവരോട് നമ്മൾ ഷെയർ ചെയ്യും. അതായത് ഞങ്ങൾ ചെയ്തിരിക്കും. അതായത് ഇവരും കൂടെ എല്ലാം അറിഞ്ഞിട്ട് നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യാറുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വണ്ടി എടുത്ത് അവരെ കാണിച്ച് വണ്ടി എടുത്ത് നമ്മുടെ കിഴക്കയിൽ ഞങ്ങളുടെ വലിയച്ഛൻ്റെ വീടാണത്. അതായത് അച്ഛൻ്റെ കുട്ടൻ്റെ ചേട്ടൻ്റെ വീടാണത്. അപ്പോൾ നമ്മുടെ കുഞ്ഞും വലിയമ്മയ്ക്കൊക്കെ കാണിച്ചു കൊടുത്തു. അങ്ങനെ എല്ലാവർക്കും കാണിച്ചു കൊടുത്താണ് നമ്മുടെ വീട്ടിലേക്ക് വണ്ടി തിരിച്ചെത്തുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടെയും ചേച്ചിനോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വണ്ടി എടുക്കാൻ പോകണം, നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിട്ട്. അപ്പോൾ തന്നെ ഇവിടെ കുറച്ച് ചെളിയുണ്ട്, അത് കാര്യത്തിൽ വരാൻ ബുദ്ധിമുട്ടാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ചേച്ചിയും ചേട്ടനൊക്കെ വന്ന് വണ്ടിയൊക്കെ കണ്ട് നമ്മൾ വീടെത്തിയപ്പോൾ നമ്മുടെ വണ്ടി ഫുള്ള് ചെളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. കറുത്ത വണ്ടി എടുത്തതിൻ്റെ പാട് ഞാനിപ്പോഴാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇപ്പം ഇങ്ങനെ ഇപ്പോൾ കുറച്ച് ദിവസമായി, ഒരു 2 weeks ആയിരുന്നു വണ്ടി എടുത്തിട്ട്. അപ്പോൾ ഞാനിങ്ങനെ കേൾക്കും ഒരു പാട്, അവൻ നമുക്ക് കുരുക്കുന്ന കുരുക്ക്, ഏട്ടനവരുടെ മര്യാദയ്ക്ക് പറയണം വൈറ്റ് വണ്ടി എടുത്താൽ മതിയെന്ന്. പക്ഷെ ഞാൻ കേട്ടില്ല ഗൈസ്, എനിക്ക് ബ്ലാക്കിനൊരു വേറൊരു പവറാണ് അല്ലേ ബ്ലാക്ക് വണ്ടിക്ക്. അപ്പോൾ എന്താണ്, നമ്മളങ്ങനെ ആ ഒരു സംഭവം നമ്മൾ അച്ചീവ് ചെയ്തിരിക്കുകയാണ്. വി ആർ സോ ഹാപ്പി ഗൈസ്, വി ആർ സോ ഹാപ്പി. അപ്പോൾ ഗൈസ് നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ കുതിരക്കുട്ടൻ നമ്മുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്.
അത് ഞങ്ങള് വന്നപ്പോ തന്നെ ഭയങ്കര എക്സ്പെക്ടേഷൻ ഇറങ്ങിയിട്ട് ഞങ്ങൾ പെട്ടെന്ന് കാർമയ്ക്ക് നിൽക്കുന്ന സൈഡില് അപ്പൊ ചെളി 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 ചെളി. അപ്പൊ എന്തായാലും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടന്നു. ഞങ്ങളൊരു 10 മണിക്ക് അവിടെ എത്തിയിട്ട് 11:30 തിരിക്കാതെ വിചാരിച്ചു. പക്ഷെ ഒരു 12 മണി 12:30 ഷോറൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വീഡിയോയും സംഭവങ്ങളൊക്കെ എടുത്ത് കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ വേറെ എന്താ പറയാനുള്ളത്, പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമുക്ക് നമ്മുടെ ഈ ചെറിയ ചെറിയ സ്വപ്നങ്ങളൊക്കെ പൂവണിയിക്കാൻ പറ്റുന്നത്. അപ്പോൾ തുടർന്നും നമ്മളെന്തായാലും അങ്ങനെ തന്നെ പറയും അല്ലേ, തീർച്ചയായിട്ടും വിത്തൗട്ട് യുവർ സപ്പോർട്ട് വി ആർ നത്തിങ്. പഠിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ സക്സസും കാര്യം നമ്മുടെ ഈ ആഗ്രഹങ്ങളൊന്നും നമുക്ക് സഫലീകരിച്ചെടുക്കാൻ സാധിക്കില്ല. അപ്പൊ ഇനിയും സപ്പോർട്ട് ഉണ്ടാവും. അപ്പൊ നമ്മുടെ യാത്രകൾ ഇനി തുടരുണ്ടാവും. അപ്പൊ നമ്മുടെ അമ്മ കണ്ടിട്ടില്ല, സിജി അമ്മ കണ്ടിട്ടില്ല, സിജിമ മാത്രം കണ്ട. അപ്പൊ എന്തെയ്യും അവിടെ പോണ്ടേ? ഇന്നിപ്പോ ഞാനൊന്ന് വൈകിട്ട് വീട്ടിൽ പോണ്ടല്ലേ? എന്തായാലും നമ്മൾ രാവിലെ ഇറങ്ങിയിട്ട് എല്ലാരും ഭയങ്കര ടയർഡായി. ഇനി ഇവിടെ നിന്ന് ഒരു അരമണിക്കൂർ നമ്മൾ നമ്മുടെ ഓഫീസിലേക്ക് പോലെ കാണാൻ പറ്റുന്നത്. എന്തായാലും ഞാൻ വീട്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായി നിൽക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ മോനെ തുടച്ച പല്ലടക്കിക്കോ.